ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മൾ പുതിയതായിട്ട് വീട് വയ്ക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടറിൻ്റെ പൊസിഷൻ നമുക്ക് എവിടെ കൊടുക്കാൻ പറ്റും, അതായത് ഇൻവെർട്ടർ വയ്ക്കുന്ന സ്ഥലത്ത് എവിടേക്കാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നും അതുമാത്രമല്ല നമ്മൾ സോളാറിൽ നിന്ന് ചാർജിങ് സെക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് എവിടെ കറക്റ്റ് സ്ഥലം കറക്റ്റായിട്ട് നമുക്ക് അതായത് എങ്ങനെ കൊടുക്കാം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതുമാത്രമല്ല അതിലേക്കുള്ള സർക്യൂട്ട് എങ്ങനെ വലിക്കാം എന്നുള്ള ഡീറ്റെയിൽസുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇൻവെർട്ടർ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം നമ്മുടെ പുറമേ, അതായത് ഫസ്റ്റ് ഫ്ലോർ ഉണ്ടെങ്കിൽ നമുക്ക് ഔട്ട് സൈഡിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സോളാർ പാനൽ വെക്കുന്നതിന് ഈ സോളാർ പാനൽ വരുന്നത് DC വോൾട്ടേജ് ആണ്. DC ഒരുപാട് ലെങ്ത്തിൽ നമുക്ക് വയറിൽ കൊണ്ടുപോകുന്ന സമയത്ത് ലോസ് കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഹൈ ആംബിയറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ലോസ് സംഭവിക്കാൻ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് തൊട്ടടുത്ത്, അതായത് ഇൻവെർട്ടർ നമ്മൾ വെക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ പാനലിൽ നിന്ന് വരുന്ന അധികം ലെങ്ത് ഇല്ലാത്ത രീതിയിൽ നമുക്ക് DC വോൾട്ടേജ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻവെർട്ടറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണല്ലോ നമ്മൾ സാധാരണ ബാറ്ററി വയ്ക്കുന്ന ചാർജിങ് സെക്ഷന് വേണ്ടിയിട്ട് അതേ സിസ്റ്റം തന്നെയാണ് വരുന്നത്. കാരണം ബാറ്ററിയുടെ പൊസിഷനിൽ തന്നെയാണ്, ബാറ്ററി എന്ന് പറയുന്നത് സ്റ്റോറേജ് ആണ്, ആ ഒരു സിസ്റ്റം തന്നെയാണ് നമ്മുടെ സോളാർ പാനൽ വരുന്നത്. സോളാർ പാനൽ ജസ്റ്റ് അതിൽ നിന്ന് വരുന്ന DC വോൾട്ടേജ് ആണ്. ഈ DC വോൾട്ടേജ് നമുക്ക് ഇൻവെർട്ടറിലേക്ക് കൊടുത്തിട്ട് ഇൻവെർട്ടറിൽ നിന്ന് AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും ഹൈ ആംബിയറും ഉദ്ദേശിക്കുന്ന, അതായത് നമ്മുടെ സൂര്യപ്രകാശം ഉള്ള സമയത്ത് കിട്ടുന്ന അതേ ആംബിയർ തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. തൊട്ടടുത്ത് തന്നെ നമുക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വലിക്കുന്ന വയറുകളെ കുറിച്ചും നമുക്ക് പരിചയപ്പെടാം. ഏതൊക്കെ വയറുകളാണ് എന്തിനു വേണ്ടിയിട്ടാണ് വലിക്കുന്നതെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമേ തന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടറിന് ചാർജിങ് സെക്ഷന് വേണ്ടിയിട്ട് ആവശ്യം വരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോളാർ പാനൽ വെക്കുന്നുണ്ടെങ്കിലും നമുക്ക് ചാർജിങ് സെക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് DBയിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന സർക്യൂട്ടാണ്. ഫസ്റ്റ് വരുന്നത് 1.5 എർത്താണ് വരുന്നത് DBയിൽ നിന്നും. പിന്നെ അതുപോലെ തന്നെ നേരെ വരുന്നത് റെഡ് നമ്മുടെ 2.5 ഫേസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 2.5 നീല വരുന്നത് ന്യൂട്രായിട്ടാണ് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന ചാർജിങ് സെക്ഷൻ വരുന്നത്. ഫേസ്, ന്യൂട്രൽ, എർത്ത്. ഇത് ന്യൂട്രൽ വരുന്നുണ്ട്, മറ്റേത് ഫേസ് വരുന്നുണ്ട്, ഇത് നമ്മുടെ എർത്ത് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇത് DBയിൽ നിന്ന് സെപ്പറേറ്റ് ഒരു MCB വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം. സെപ്പറേറ്റ് വേറെ സർക്യൂട്ടിൽ നിന്ന് എടുക്കാതെ ഇത് നമ്മൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടറിൻ്റെ ഔട്ടാണ് പോകുന്നത്. ഇതിൽ നിന്ന് ഇൻവെർട്ടറിൻ്റെ ഔട്ട് നേരെ നമ്മുടെ DBയിലേക്കാണ് പോകുന്നത്. ഇതിന് സെപ്പറേറ്റ് ഒരു MCB വയ്ക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ മെയിനായിട്ട് വരുന്ന സർക്യൂട്ട് ഫേസ്, ന്യൂട്രൽ, എർത്ത്, അതുപോലെ തന്നെ നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഔട്ട്. ഇങ്ങനെ 4 വയറുകളാണ് മെയിനായിട്ട് വരുന്നത്. ഈ 4 വയറുകൾ നേരെ DBയിൽ നിന്നാണ് വരുന്നത്. DBയിൽ നിന്ന് ചാർജ് സെക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു 16 ആംബിയറിൻ്റെ MCB കൊടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഔട്ടും 16 ആംബിയറിൻ്റെ MCB തന്നെ കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഒരു സോളാർ പാനലിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പൈപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ സോളാർ പാനലിലേക്ക് മുകളിലേക്ക് കണക്ട് ചെയ്യുക. അധികം ലെങ്ത് ഇല്ലാത്ത രീതിയിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 4 മീറ്റർ വരാവുന്ന രീതിയിൽ അത്രയും മാത്രമേ വരുന്നുള്ളൂ. കാരണം നേരെ തൊട്ട് മുകളിൽ നമ്മുടെ പാനലും കാര്യങ്ങളൊക്കെ വെക്കുന്നതുകൊണ്ട് അതിൻ്റെ അടുത്ത് തന്നെ, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ നമ്മൾ നമ്മുടെ പാനൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻവെർട്ടർ വെക്കാനുള്ള ഓപ്ഷൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇൻവെർട്ടർ എങ്ങനെ വെക്കാമെന്ന് അതുപോലെ തന്നെ എത്രയും അടുത്ത് നമ്മൾ പാനലിൻ്റെ തൊട്ടടുത്ത് എത്രയും വെക്കണമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. ഒരു കാര്യം പറയാൻ മറന്നാൽ, നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാതിരിക്കുക, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.